ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് നല്ല മഞ്ഞാണ് കേട്ടോ. ഇപ്പം നല്ല മഞ്ഞുള്ള സമയമാണല്ലോ. അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പറ്റുന്ന ഫുഡ് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തടി കുറയ്ക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളം കുടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ശിവും കുട്ടുമൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ എണീറ്റിട്ടില്ല. അപ്പോൾ അതേ ഞാൻ ദോശ ആണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഇളക്കി ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. തടി വല്ലാണ്ട് ഓവറായി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായ കാരണം കൊണ്ടാണ്. കാരണം എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് പ്രാന്താണ്. പ്രത്യേകിച്ച് മന്തി ആ വക ഐറ്റംസ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. നല്ല രീതിക്ക് ഫുഡ്. പിന്നെ എനിക്ക് തൈറോയിഡ് ഉള്ള കാരണം കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഫുഡ് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ അസുഖം വല്ലതും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഡയറ്റ് പ്ലാൻ തന്നിട്ട് നമുക്ക് അതുപോലെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് അതിന് മാറ്റം നല്ല രീതിയിൽ അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ ചിന്തിക്കേ വേണ്ട. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് രാവിലെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സുന്ദരി ഒന്നൊരുങ്ങി വാ, ഇന്നാണ് ഞായറാഴ്ച. ഞങ്ങളിത് ചിക്കൻ മേടിക്കാൻ വന്നതാണ് കേട്ടോ. ചിക്കൻ മേടിച്ചു. നമ്മള് നമ്മുടെ സ്ഥിരം കടയിലേക്കാണ് വന്നത്. ഇവിടെ ബീഫ് ഈ നേരത്തൊക്കെ കുറെ ഉണ്ടാവാറുള്ളത്. പള്ളിപ്പെരുന്നാളായ കാരണം ഒക്കെ കളിയുണ്ട്. കാല് മാത്രം കിടക്കുന്നുണ്ട്. ചിക്കൻ പിന്നെ അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനൊരു 10-20 മിനിറ്റ് ഇവിടെ നിന്നു. ചിക്കൻ കിട്ടി. ഇതേ വണ്ടി എടുക്കണു പോണു. ശിവു ക്യാമറ വണ്ടി എടുത്ത് തിരിക്കാൻ സമ്മതിക്കണില്ലേ? ശിവൻ എന്നെ കാണിക്കണമെന്ന് പറയണേ അല്ലേ? അയ്യോ, എന്താ എക്സ്പ്രഷൻ ബേബിയുടെ. നമ്മുടെ മടിക്കിരുന്നോ? നല്ല കൂളായിട്ട് വണ്ടി ചുട്ടുപഴുക്കേണ്ട സമയമായി. അങ്ങനെ ഇന്നത്തെ സൺഡേ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതേ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചിക്കനിലേക്കാണ്. ഇത് എനിക്ക് തോരനുള്ളതാണ് കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും വേപ്പിലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടും. അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ തോരൻ. അപ്പോൾ തോരൻ കഴിക്കണം. അപ്പോൾ അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടി പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കടയിൽ നിന്ന് മേടിക്കണം പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകും. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ചിക്കൻ കറിയും പിന്നെ തോരനും. എനിക്ക് തോരൻ ചിക്കൻ കറി കുറച്ച്, പിന്നെ തോരൻ എടുക്കണം, പിന്നെ തൈര് കുറേ കഴിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതേപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് വന്നു കൊടുക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടൂന് എന്തോ ഒരു അസ്വസ്ഥത ചെറുത്. അപ്പോൾ അത് ഡോക്ടറെ കാണിക്കാൻ പോവാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാടൊക്കെ ഒന്ന് സൈലന്റ് ആയില്ലേ? അതെ. നമ്മുടെ വീടിന്റെ അവിടെ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ പോണ്ടേ? അതുപോലെ നമ്മുടെ പറപ്പൂര് പള്ളി പെരുന്നാളിന് കഴിഞ്ഞിട്ട് അവിടെ ഗാനമേളയുണ്ട്. ഇതൊന്നും പോരാണ്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പുത്തമ്പള്ളി പെരുന്നാളുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പോണത് ഡോക്ടറെ കാണാനാ. അതല്ല, ഇവിടെ എന്താ തങ്ങി നിക്കണ പോലെ ഒരു ഫീലിംഗ്. ഇത് അറിയോ, ചെറിയ നിസ്സാര തലവേദന വന്നാ അല്ലെങ്കിൽ എന്തുണ്ടായാലും അപ്പൊ പോയി ഡോക്ടറെ കാണിക്കുന്ന ഒരു ടൈപ്പാണ് കുട്ടു. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാ. ഞാൻ അങ്ങനെ ഡോക്ടേഴ്സിനൊന്നും കാണിക്കാറേ ഇല്ല. അതാണ് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്ക് പക്ഷെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വേദന വന്നാൽ പോലും പിറ്റേ ദിവസത്തേക്ക് രാവിലെ ഉറങ്ങിയിരിക്കുമ്പോഴേക്കും മാറും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടറിനെ കാണിക്കില്ല. പിന്നെ 2-3 ദിവസമായി ഉണ്ട്. അത് കാരണം കൊണ്ടാണ് അതെ. ഈ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫേവറേറ്റ് ഡോക്ടറാണ്. ആളുടെ മരുന്നുകളൊക്കെ നല്ല എഫക്റ്റീവ് സാധനങ്ങളാണ്. അമ്മേനെ എടുക്കണ്ടേ? അമ്മേനെടുക്കാൻ പോട്ടെ. അമ്മ എടുക്കല്ല, നമ്മുടെ ആദ്യം ടയറിലെ എയർ കുറവുണ്ട്, നല്ല കുറവുണ്ട്. അപ്പൊ അത് ആദ്യം നമ്മൾ പരിഹരിച്ചിട്ട് അമ്മേനെ എടുക്കാം. അല്ലെങ്കിൽ അമ്മയും കൂടി കയറിയല്ലേ ടയർ ഇങ്ങനെയോ. ഞാൻ ഓൾറെഡി ഞാനിപ്പോ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഡയറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് പിന്നീട് വരാം. കാണിച്ചിട്ട് പറയടി, ചേട്ടൻ വെറുതെ ഇരിക്കുക. ടയറൊക്കെ ഒന്ന് മാറ്റാറായിണ്ട് വല്ലാണ്ട്. കാറിന്റെ ടയറിനൊക്കെ എത്ര വിലയുണ്ട് ഞാനിപ്പോൾ അറിഞ്ഞത്. 5000 സംതിങ് ഉണ്ട്. 5500 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടയർ മാറ്റും 20,000. നമുക്ക് മാറ്റാം.
അല്ല വണ്ടിയുടെ കാര്യങ്ങളേ എല്ലാം കൂടി ഒരുമിച്ച് വരാന്ന് പറയാ. സർവീസും ടയർ മാറ്റലും മൊത്തം ഒരു മാസം ഒരു ഒറ്റടിക്ക് 10,000-30,000 രൂപ പോയി കിട്ടും. ചേട്ടാ ഞങ്ങൾ വന്നു. ഞങ്ങൾ എപ്പോഴും വരുന്നൊരു കടയാണ് കേട്ടോ ഗൈസ്. ഞങ്ങളിവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കുറവായിട്ടാ. പക്ഷെ അങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ വണ്ടി ഓഫ് ആക്കി കേട്ടോ ഓടിച്ചാലോ. ആളോടൊന്ന് പറഞ്ഞു നോക്കാം എന്താ അവസ്ഥ, ഒന്ന് എയർ ചെക്ക് ചെയ്യാൻ പറയാം. ആള് പറയും എല്ലാം പഞ്ചറാണ്. അങ്ങനെ ഞങ്ങൾ കൈപ്പറമ്പിൽ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ടയറൊക്കെ ഭയങ്കര സീനായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ടയർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട്, ഹോസ്പിറ്റലല്ല പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്, അവിടേക്കാണ് നമ്മൾ മിക്കപ്പോഴും ഇവനെ കാണിക്കാറ്. പിന്നെ കോപ്പറേറ്റീവിലാണ് കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്, എനിക്ക് നടക്കാൻ പോകേണ്ട ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിലെത്തണം. അപ്പോൾ ഇവന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പോയി, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പോയി കാണിച്ചിട്ട് ഫുൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവില്ല. അതാണ് അവൻ്റെ സ്വഭാവം. അതിപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നീ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും, നീ മാറിയാലോ എന്ന് പറഞ്ഞാലും അവന് പേടിയാണ്, എന്തോ ടെൻഷനാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. പിന്നെ കുട്ടുവിൻ്റെ അച്ഛൻ അറ്റാക്കായിട്ടാണ് മരിച്ചിട്ടുള്ളത്. പിന്നെ കുട്ടു വന്ന് 7 അങ്ങോട്ട് പഠിക്കുകയാണ്, അവർ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് വിഷമമുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ അവന് പേടിയാണ്, കറക്റ്റ് ടൈമിന് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കാരണം കൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും അല്ല എന്നൊക്കെ പറയണത്, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ദേ വീട്ടിലെത്തിയിട്ട് നടക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് അവസാനിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.